ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ കുറെ വർഷമായി, ഏകദേശം ഒരു 4 വർഷമൊക്കെ ആയി തോന്നുന്നു. കോവിഡിന്റെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് പൊന്നും ലച്ചും പൊന്നു 1ാം ക്ലാസ്സിലും ലച്ചു UKG-യിലുമാണ് പഠിക്കുന്നത്. ഞാനും അന്ന് പഠിക്കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അന്ന് എന്തോ ഒരു ഇഷ്ടം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഇതിന്റെ ഒരു ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലായത്. ആദ്യമൊക്കെ ഞാൻ സെലക്റ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് മാത്രമാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തത്. എന്റെ മനസ്സിന് തൃപ്തി തോന്നിയിരുന്ന കണ്ടന്റ്സ് മാത്രമാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് അതിന് വേണ്ടി ഒരു സമയം ഉണ്ടാക്കാൻ അന്നും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്റെ പഠിപ്പിനും പിള്ളേരെ പഠിപ്പിനൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും വിചാരിക്കും, ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും എന്റെ ഇഷ്ടപ്പെട്ട വ്ളോഗിങ് നല്ല രീതിയിൽ ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ജാനിക്കുട്ടീനെ പ്രഗ്നന്റ് ആയത്. പിന്നെ ആ ഒരു പീരീഡ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴും എനിക്ക് എന്തോ വീഡിയോസ് എടുക്കാത്തതിന് ഒരു വിഷമം ഉണ്ട് കേട്ടോ എന്റെ ഉള്ളിൽ. പക്ഷെ നമ്മുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്നാ പിന്നെ കുഴപ്പമില്ല, തോന്നുന്നു വലിയ കാര്യം നല്ലല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പോയിരുന്നു. പിന്നെ ഇപ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കും, ഇപ്പോഴും എനിക്ക് ഇതിന് വേണ്ടി ഒരു ടൈം ഇല്ല. മീൻസ് എന്തെങ്കിലും ഒരു വെറൈറ്റി അങ്ങനെ എനിക്ക് പറ്റണില്ല. സോ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ എന്റെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അതാണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതില് എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലുതാണ്. അതിന് ഇൻസ്പയർ ആയ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അവരൊക്കെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഓക്കെ, അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എനിക്കും അങ്ങനെ ചെയ്യാം, എന്റെ കണ്ടന്റ്സും കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയില്ല, എന്താണെന്ന് നോക്കാം. സോ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതാ പൊന്നു ലച്ചു സ്കൂളിൽ പോയി ഒരു 8:30 ആകുമ്പോൾ ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. നമ്മളെ പൊന്നുവിന്റെ യൂണിഫോമും അതുപോലെ തന്നെ നമ്മളെ വീട്ടിലത്തെ മോപ്പും കിച്ചണിൽ യൂസ് ചെയ്യണ തുണിയൊക്കെയാണ് കഴുകണത്. അപ്പൊ അതിന്റെ ഇടയിൽ ജാനിക്കുട്ടി എണീറ്റ് ഞാൻ പോയി അവളെ ഉറക്കി തിരിച്ചു വന്നു. എന്നിട്ടാണ് വീണ്ടും തിരുമ്പണത്. 8:30-ക്ക് ഞാൻ തിരുമ്പാൻ നിന്നെങ്കിലും ഏകദേശം ഇപ്പൊ ഒരു 9:30 ആ ഒരു സമയം, 10 മണി ആയിട്ടുണ്ട്. കാരണം അതിന്റെ ഇടയിൽ ഞാനൊന്ന് പോയില്ല. ഇങ്ങനെയാണ് എന്റെ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നടക്കില്ല. ഉള്ളിയുള്ളത് തന്നെ ലാഗ് ആയിക്കൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ ഇപ്പൊ ഷൂട്ടും ചെയ്യണ കാരണം കുറച്ചുകൂടി ലാഗ് ആവട്ടാ. അങ്ങനെ അതാ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണി എണീറ്റ് വന്നു. അപ്പൊ ഉണ്ണി എണീറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് വാശി ഉണ്ടാവും കേട്ടോ. അവളുടെ കൂടെ കുറച്ച് നേരം നമ്മൾ ഇരുന്ന് കളിക്കണം. അങ്ങനെ കളിച്ച് ഓക്കെ ആയതിനു ശേഷമാണ് അവള് ഫുഡ് കഴിക്കുക. അപ്പൊ ഞാൻ അവൾക്ക് നമ്മൾ പണ്ട് ഒക്കെ മറ്റേ മെച്ചിങ്ങല്ലേ, അച്ചിങ്ങ, അത് വെച്ചിട്ട് വണ്ടിയൊക്കെ ഉണ്ടാക്കില്ലേ, ആ പരിപാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ 2 പറമ്പിൽ പോയപ്പോ 2 മെച്ചിങ്ങ കിട്ടി. അത് മേർക്കിലൊക്കെ വെച്ച് പ്ലാവിലൊക്കെ കുത്തി കയറൊക്കെ കെട്ടി കൊടുത്തിട്ട് വണ്ടി ഉണ്ടാക്കാണ്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് കുറെ കളിച്ചിട്ടില്ലേ. അപ്പൊ അവരുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ആൾക്ക് ഇഷ്ടായിട്ടാ. പിന്നെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടി പൊട്ടി പോരും. അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പോ ദാ അച്ഛൻ തിരിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇവിടെയാണ് തിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പറമ്പിലേക്ക് പോവാറുണ്ട്. അപ്പൊ നമ്മുടെ ടാങ്കിയിൽ നിന്ന് നല്ല വെള്ളമാണ് കേട്ടോ ഈ ഒഴുകി വരണത്. അപ്പൊ ജാനിക്കുട്ടി അതിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങള് വെറുതെ നടന്നിട്ട് അച്ഛന്റെ അടുത്തേക്ക് പോയിട്ട് കുറച്ചു നേരം വർത്താനൊക്കെ അവിടെ പറഞ്ഞു നിന്നു. അപ്പൊ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ തിരിക്കോ അല്ലെങ്കിൽ ഉണ്ണിയോട് തിരിക്കാനൊക്കെ പറയുന്നുണ്ട്. കുറെ പറമ്പുള്ള കാരണം എല്ലായിടത്തും കൂടി തിരിച്ചെത്തുക എന്ന് പറയണത് ഭയങ്കര ബുദ്ധിമുട്ടാ. അച്ഛൻ രാവിലെ നല്ല നേരത്തെ എണീക്കും, എന്നിട്ട് പോയിട്ട് മോട്ടർ അടിച്ചിടും, എന്നിട്ട് വരും, പിന്നെ തിരിക്കും. അങ്ങനെ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ അച്ഛന്. അപ്പൊ ഇതാ കണ്ടില്ലേ, ഇത് നമ്മുടെ വീട്ടിൽ കിട്ടിയ പച്ചക്കറികളാണ് കേട്ടോ. നമ്മളെ മത്തങ്ങ ഞാൻ ഏതൊരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിച്ചു. ഞാന് എന്താണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് എടുത്തതാണ് കേട്ടോ. അതൊക്കെ ഒരു ഡൈ ഫ്ലോർ ക്ലീനിങ് ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്തേക്കാണ്. ഇത് എന്തൊക്കെയാന്ന് വെച്ചാൽ തുളസി, കഴിക്കുന്ന വേപ്പിന്റെ ഇല, പിന്നെ എലമംഗലത്തിന്റെ ഇല, അതിന്റെ തോല്, കറുവാപ്പട്ട ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞള്, അതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ അരച്ചിട്ട് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ ഒറ്റ ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കുക. ഇത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒറ്റ ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കട്ട. ഞാൻ കുറച്ച് കൂടുതൽ കരയാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. സാധാരണ ഞാൻ മന്ത്ലി ഡീപ്പ് ക്ലീനിങ് നടത്താറുണ്ട് കേട്ടാ. അപ്പൊ ഇപ്പൊ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാനിങ്ങനെ കുക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പൊ ക്ലീനിങ് അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല ഇപ്പൊ. അപ്പൊ ഇന്ന് ഞാൻ അതിനു വേണ്ടി മാറ്റി വെച്ചേക്കാം. എന്തായാലും നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്തെടുക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ഡൈ ഫ്ലോർ ക്ലീനിങ് ഉണ്ടാക്കാണ്.
പിന്നെ എനിക്ക് ക്ലീനിങ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ജാനിക്കുട്ടീനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓരോ ദിവസം ഞാനിങ്ങനെ ഓരോ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ വേറെ ആള് വന്ന് നമ്മൾ വേറെ ആളിനെ വിളിക്കാറുണ്ട്, പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷെ അതെന്ന് വെച്ചാൽ നമുക്ക് എത്തൂല, തീരെ എത്തൂല. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് ക്ലീൻ ചെയ്യാൻ ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോ റൂം അങ്ങനെ പ്ലാനൊക്കെ ഇട്ടിട്ട് ചെയ്യും കേട്ടോ. അപ്പൊ നമ്മുടെ ലിക്വിഡ് ഇത് തിളച്ചിട്ട് 2 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഞാൻ പച്ചക്കർപ്പൂരം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു മണത്തിന്. ഇപ്പൊ ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത് കക്കുന്ന വേപ്പിന്റെ ഇല. അപ്പോ കക്കുന്ന വേപ്പിന്റെ ഇലയുടെ സ്മെല്ലായിരിക്കും അപ്പൊ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതൊന്നും ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കർപ്പൂരം കൂടി ചേർത്തിട്ട് നല്ല ഇത് തിളയ്ക്കുമ്പോ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ചു നേരം അത് എന്താ പറയാ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. എന്നിട്ട് ഇത് വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ വെക്കാം. ഞാൻ അങ്ങനെ സൂക്ഷിച്ചൊന്നും വെക്കാറില്ല, അപ്പൊ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുറച്ചധികം എടുത്തിട്ട് നമ്മള് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒഴിച്ചു വെച്ചിട്ട് ഞാൻ കുറച്ചു നേരം അതിലേക്ക് ഒഴിച്ചു വെച്ചു കേട്ടാ. അത് എന്നിട്ട് മഫ് അതിലേക്ക് ഇട്ട് വെച്ചു. കുറച്ചു നേരം മഫ് അതിൽ ഇരുന്ന് കഴിഞ്ഞാല് ആ മണ്ണൊക്കെ അതുപോലെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് ഇതുപോലത്തെ ബോട്ടിലിൽ ഒഴിച്ചു വെച്ചു. നമുക്ക് ടേബിളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു വെച്ചു. അങ്ങനെ ഞാന് ഫസ്റ്റ് തന്നെ ഉമ്മർത്താണ് വന്നത് കേട്ടോ, അടിച്ചു തുടയ്ക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഈ സാധനം വർക്ക് അവിടെ ഇല്ല, അതിൻ്റെ ഉള്ളിൽ കരട് കുടുങ്ങി തോന്നുന്നു. ഞാൻ അരിച്ചെടുത്തെങ്കിലും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് കേറിയിട്ട് ഇത് വർക്ക് ആവണില്ല. അങ്ങനെ പിന്നെ കുറെ സമയം അതുമ്മിരുന്ന് ഞാനത് കഴുകി ഊരി കുറെ റെഡിയാക്കാനൊക്കെ നോക്കി. പക്ഷെ അത് ശരിയാവണില്ല. അവസാനം ഞാൻ ഹാൻഡ് വാഷ് ഉണ്ടല്ലോ, ഹാൻഡ് വാഷിന്റെ ജാനിക്കുട്ടിക്കാണെങ്കിൽ അച്ഛമ്മയുടെ കൂടെ മരുന്നടിച്ചിട്ട് നല്ല പരിചയമുണ്ട് ഇത് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജാനിക്കുട്ടി ഇത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കന്നെ. അപ്പൊ ഞാനിപ്പോ അവളെ സെറ്റാക്കാൻ വേണ്ടിട്ട് ഞാൻ ചന്ദ്രികയുടെ ഹാൻഡ് വാഷ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ empty ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഒഴിച്ചിട്ട് കൊടുത്തു. അപ്പൊ അതിൽ ഒഴിച്ചപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സോപ്പ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതും ഇതും കൂടി മിക്സ് ആയി. അങ്ങനെ അവിടെ മൊത്തം സോപ്പും കളിയായി. അങ്ങനെ ഞാന് ഫസ്റ്റ് ഈ ഉമ്മറാണ് കേട്ടാ ഇന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോണത്. അങ്ങനെ ഓരോ റൂമും ഓരോ ദിവസം എല്ലാം കൂടിയിട്ട് ഒരു ദിവസം തീർക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോഴേക്കും സമയം ഒരുപാട് വൈകും. പിന്നെ ഉണ്ണി വാശി പിടിക്കും. അപ്പൊ ഉണ്ണി എന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അവളും അവിടെ ഇരുന്നിട്ട് തുണി കൊണ്ട് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്, ഞാനും തുടയ്ക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ണിക്കും ഇഷ്ടമാണ്. നമ്മളെ കൂടെ കരയാതെ നിന്നോളും. പക്ഷെ കുറച്ചു നേരമൊക്കെ നിൽക്കുള്ളൂ, അത് കഴിഞ്ഞ് അവർക്ക് മടുക്കുമല്ലോ. അപ്പൊ ഞാൻ ആ ബ്ലാക്ക് ടൈൽസും അവിടെ ഇരുന്നിരുന്ന കസാരയും മേശയും വാതിലൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടാ. ഇവര് ഓരോ കഴിക്കുമ്പോഴൊക്കെ അവിടെയൊക്കെ കൊണ്ടിങ്ങനെ ആക്കാറൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കി. ഞാനത് ഒരുവിധാക്കിയപ്പോ തുണിയുടെ ബാക്കിൽ ഉണ്ടായിരുന്ന എന്തോ സംഭവം എടുത്തിട്ട് പിച്ചി കീറിയിട്ട് മൂപ്പരാള് വേറെ പണിയില്ലായിട്ടാ. അപ്പൊ ഞാൻ പറയണ്ട അങ്ങനെ ചെയ്യല്ലേ, അതിനിപ്പോ ഞാൻ അടിച്ചോരണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും വേണ്ട, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാന്നും പറഞ്ഞിട്ട് ഉണ്ണിതാ അത് അങ്ങനെ ചെയ്തോണ്ടിരിക്കട്ടാ. പിന്നെ ഞാൻ തുടയ്ക്കാൻ പോവാണ്. അപ്പൊ നമ്മള് ഇന്ന് ഉമ്മറം നന്നായി ഡീപ്പ് ക്ലീൻ ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ വെറുതെ അടിച്ചോരിയിട്ട് ഇനി മൊത്തം സമയം ഏകദേശം 12:30 ആയിട്ടോ. സമയം എത്ര പോയിന്നറിയോ. ഒരുപാട് സമയം ഇതുപോലെ അവളുടെ പിന്നാലെ നിന്നിട്ടും അവളെ ഭക്ഷണം കഴിപ്പിക്കാൻ നിന്നിട്ടും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സമയം പോയി. അങ്ങനെ നമ്മളെ വീട്ടിലെ ഒട്ടുമിക്ക വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടിടുന്ന ഒരു സ്ഥലമാണ് പറ. ഈ പറയ്ക്കകത്ത് ഇനി ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പിള്ളേര് വന്ന് ബെൽറ്റ് ഐഡന്റി കാർഡും അതിന്റെ ഉള്ളിടും, വല്ല കല്യാണക്കത്തുണ്ടെങ്കിലും അതിന്റെ ഉള്ളിലിടും. അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒക്കെ അതിന്റെ ഉള്ളിൽ കൊണ്ടിട്ടാണ് ഇടുക. അപ്പൊ അത് എത്ര ഒഴിവാക്കി തുടച്ചു വെച്ചാലും പിന്നെയും അത് റീഫിൽ ചെയ്യും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറയാറുണ്ട് കേട്ടാ. കുറെ ഒക്കെ അവരെ അഡ്ജസ്റ്റ് ചെയ്യും, കുറെ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ അടിയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ബാക്കിയുള്ള റൂമുകളൊക്കെ ഓരോ ദിവസം അങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് ചില ദിവസങ്ങളിൽ നടക്കില്ല, ചില ദിവസങ്ങളിൽ നടക്കും. അതൊക്കെ ഉണ്ണിയുടെ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് തുടച്ചു കഴിഞ്ഞപ്പോ ഞാനിതാ നമ്മുടെ കുന്തിരിക്ക ഇവിടെ പുകയ്ക്കാണ് കേട്ടാ. നല്ല ഒരു മണാണ് ഇതിന്. അപ്പൊ അത് എല്ലായിടത്തും കൊണ്ട് പുകച്ചു. അപ്പൊ അത് അമ്മമ്മ മുരിങ്ങയില റെഡിയാക്കി എടുക്കുന്നുണ്ട്. അമ്മമ്മ ഇങ്ങനെ ഇരുന്നിട്ടുള്ള പണിയൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അമ്മയുടെ തക്കാളി പൊട്ടി വീണു എന്നും പറഞ്ഞിട്ട് അതും റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഇങ്ങനെ ഇരിക്കുകയാണ്.
കുളിയൊക്കെ കഴിഞ്ഞു. ജാനിക്കുട്ടി ഇതാ ഉറങ്ങി. ഞാന് പൊന്നൂനും ലച്ചുവിനും എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണം. അങ്ങനത്തെ പൊന്നു ലച്ചു വന്ന് ഞാൻ അവർക്ക് നല്ല അവില് വിളയിച്ചത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പൊ അടുത്ത വീഡിയോ നാളെ വരാം. ബൈ.